വൈദ്യുതി ഉപയോഗം റെക്കോർഡ് കടന്നു എന്ന വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വി എ ഗിരീഷ് നൽകുന്നത്. ഗിരീഷ്, പൊള്ളുന്ന ചൂടാണ്, ഒരു തരത്തിലും സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. അപ്പോൾ ആളുകൾ ഫാൻ, AC ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ കൂടുതലായ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. ഇത് എവിടെ ചെന്ന് നിൽക്കും എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം പറയാൻ ആർക്കും സാധിക്കുന്നില്ല. അതേപോലെ തന്നെ വൈദ്യുതി ലോഡ് ഷെഡിംഗ് അടക്കം വൈദ്യുതി മുടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന സൂചനകളും വരുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഉപഭോഗം സംബന്ധിച്ച് വൈദ്യുതി ബോർഡിനെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ചൂട് കൂടുന്നതനുസരിച്ച് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും വർദ്ധിക്കുന്നു. തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത് 113.16 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇന്നലെ ഇത് മാറിയിരിക്കുന്നു. 113.26 ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിലേക്ക് ഉപഭോഗം എത്തി നിൽക്കുന്നു. ഇതനുസരിച്ച് ജലവൈദ്യുതിയുടെ ഉൽപ്പാദനവും ഇപ്പോൾ വൈദ്യുതി ബോർഡ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഡാമുകളിലൊക്കെ സംഭരണശേഷിയേക്കാൾ വളരെ കുറവ് ജലം മാത്രമാണുള്ളത്. സ്വാഭാവികമായും പുറത്തു നിന്ന് വൈദ്യുതി എത്തിക്കണം. ഇന്നലെ എത്തിച്ചത് 89 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. ഇത്തരത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി എത്തിക്കുന്നത് ബോർഡിനെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതിനൊപ്പം വലിയ തരത്തിലുള്ള ഉപയോഗം വരുന്നത് ബോർഡിൻ്റെ പ്രസരണ വിതരണ ശൃംഖലകളെ ബാധിക്കുന്നു. പലപ്പോഴും ലൈനുകൾ ഡ്രിപ്പാകുന്നതിനും ലൈനുകൾ ഉപയോഗത്തിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ ഈ ലൈനുകളുടെ ശേഷി കുറയുന്നതിനുമൊക്കെയുള്ള ഒരു കാരണമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ബോർഡ് തീരുമാനിക്കുന്നത്. നാളെ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. വൈദ്യുതി മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം വേണമോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇതിനുശേഷം മുഖ്യമന്ത്രിയുടെ കൂടി അനുവാദത്തോടെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ബോർഡ് ഇപ്പോൾ നീങ്ങുന്നു. ക്രിസ്റ്റീന, സംസ്ഥാനത്ത് വൈദ്യുത ഉപഭോഗം റെക്കോർഡ് കടന്നിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് വി എ ഗിരീഷാണ്, തിരുവനന്തപുരത്ത് നിന്ന്.